അപ്പൊ ഈ വീട്ടിൽ ഈ അടിച്ചാണെങ്കിൽ അലൂമിനിയം ഫോയിലാത്ത ചോളാനമാർക്ക് ബട്ടറും ജംസ് എല്ലായിട്ട് കിഡില് റെയിൻബോ പോപ്പ് ഉണ്ടാക്കി എടുക്കുന്നത്. ഗൈസ് അപ്പൊ സംഭവം വെറൈറ്റി ആണല്ലേ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ റെയിൻബോ പോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ ജംസും പിന്നെ ചോളവും അലൂമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ അലൂമിനിയം ഫോയിൽ നമുക്ക് കീറി എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ അലൂമിനിയം ഫോയിൽ നമ്മൾ കീറി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മണ്ടയിലോട്ട് നമ്മൾ ഈ ചോളം നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളെ ചോളം നമ്മൾ ഇത് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളെ ജംസ് പൊട്ടിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളെ ജംസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മണ്ടയിലോട്ട് നമ്മളെ ബട്ടർ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളെ ബട്ടറും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മണ്ടയിലോട്ട് അടുത്ത അലൂമിനിയം ഫോയിൽ വെച്ച് മൂടി കൊടുക്കാം. പിന്നെ നമ്മൾ 7 ലക്ഷം ഫാമിലി ഇനി വളരെ കുറച്ച് സബ് കൂടെ മതി. അപ്പൊ ഇതുവരെ സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താ. പിന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, സാധനം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ അടുപ്പത്ത് പാനും വെച്ച് നമ്മൾ സാധനം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോപ്കോൺ റെഡി ആവുന്നവരെ കാത്തിരിക്കാം. അപ്പൊ നമ്മളെ പോപ്കോണിന്റെ പൊട്ട എല്ലാം കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. അപ്പൊ നമുക്ക് തണുത്ത ശേഷം എടുത്തു നോക്കാം നമ്മുടെ റെയിൻബോ പോപ്കോൺ ആയോ ഇല്ലയോ. അപ്പൊ നമ്മളെ പോപ്കോൺ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് കീറി നോക്കാം നമ്മളെ റെയിൻബോ പോപ്കോൺ ആയോ ഇല്ലയോ എന്ന്. അപ്പൊ നമ്മളെ പോപ്കോൺ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ കരിഞ്ഞു കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് കരിയാത്ത ഏതെങ്കിലും ഒരു പീസ് എടുത്ത് നമുക്ക് കഴിച്ചു നോക്കാം. അവിടെ ഇവിടെ ചെറുതായിട്ടൊക്കെ കളർ ഒന്നും പച്ച കളറൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളെ പോപ്കോൺ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. കഴിച്ചപ്പോ നമ്മളെ പോപ്കോൺ ചെറുതായിട്ടൊന്ന് കരിഞ്ഞുകൊണ്ട് ഭയങ്കര ചെവ.